5 വർഷം മുൻപ് അതായത് 2020 നമ്മുടെ നാട്ടിൽ എത്രയായിരുന്നു സ്വർണ്ണവില? 2020 ജനുവരിയിൽ 29,000 മാത്രമായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം 2025 അവസാനിക്കാറാകുമ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എത്രയോ ഇരട്ടിയിലാണ്. ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷത്തിലേക്ക് വിലയെത്താൻ ഇനി അധികം ദൂരമില്ല. ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ അതായത് 2030 സ്വർണത്തിന് എത്രയായിരിക്കും വില? 2030ഓടെ 10 ഗ്രാം സ്വർണത്തിന് 2 ലക്ഷം രൂപ എന്ന നിലവാരത്തിൽ എത്തുമോ എന്ന ചോദ്യം നിക്ഷേപകർക്കിടയിൽ സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അത് അവരുടെ സമ്പാദ്യം, വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, വിപണിയിലെ അപകട സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും അനേകം ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സ്വർണം ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ ഉപാധിയായി തന്നെ തുടരുകയാണ്. നിലവിലുള്ള പ്രവണതകൾ ഉയർന്ന നിരക്കിലേക്ക് നയിക്കുമോ എന്ന് നിക്ഷേപകർ ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ വ്യക്തമായ ഉത്തരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ല. ഭാവിയിലെ സ്വർണ്ണവിലയെ ആഗോളതലത്തിലെയും പ്രാദേശിക തലത്തിലെയും അനവധി ഘടകങ്ങൾ സ്വാധീനിക്കും. സ്വർണ്ണവിലകൾ കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗണ്യമായി തന്നെ ഉയർന്നു. 2000-ൽ 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം 4,400 രൂപയായിരുന്നത് 2025ഓടെ 1,30,000 രൂപയിലെത്തി. അതായത് 30 മടങ്ങ് വർധന. 2020-ലെ കോവിഡ് മഹാമാരിക്കാലത്ത് സാമ്പത്തിക അസ്ഥിരത കാരണം വില 50,000 രൂപ കടന്നു. 2024-25-ൽ ലോകത്തിലെ പല സെൻട്രൽ ബാങ്കുകളും സ്വർണം വാങ്ങിയത് വിലയെ കൂടുതൽ ഉയർത്തി. ഇന്ത്യയിൽ ഉത്സവകാലങ്ങളിലും വിവാഹ സീസണുകളിലും ആഭ്യന്തര ആവശ്യകത വർദ്ധിക്കുന്നത് വിലയെ സ്വാധീനിക്കാറുണ്ട്. 2025-ലെ റെക്കോർഡ് ഉയർച്ച ഭൂരാഷ്ട്ര സംഘർഷങ്ങളും ഡോളറിന്റെ ദുർബലതയും കാരണമാണ്. ഈ ട്രെൻഡ് 2030ഓടെ തുടരുമോ? ചരിത്രം പറയുന്നത് അതിസമ്പന്ന കാലങ്ങളിൽ സ്വർണം 10 മുതൽ 15% വാർഷിക വളർച്ച കാണിക്കുന്നുണ്ടെന്നാണ്. 2030-ൽ സ്വർണത്തെ ഉയർന്ന ട്രെൻഡിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ചില വിപണി വിശകലനങ്ങൾ പറയുന്നതനുസരിച്ച് 2030ഓടെ സ്വർണ്ണവില ഇന്ത്യയിൽ 10 ഗ്രാമിന് 1,40,000 മുതൽ 2,25,000 വരെ ഉയരുമെന്നാണ് സൂചന. അതായത് ഒരു പവന് 1,12,000 മുതൽ 1,80,000 രൂപ വരെ വില ഉയരാനാണ് സാധ്യത കാണുന്നത്.